അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റഹ്മത്തുള്ളാഹിൽ ആലമീൻ വഅലാ അസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ അതിഥികളായി വിശുദ്ധ ഹറമിലേക്ക് ഹജ്ജിന് തയ്യാറെടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു ഹജ്ജിൻ്റെ കർമ്മശാസ്ത്രം പറയാൻ വന്നയാളല്ല, അതിന് യോഗ്യതയുമില്ല. ഞാനൊരു ആലിമല്ല. ഒന്നും ഞാൻ പറയാം, നല്ല പ്രഗത്ഭരായ രണ്ട് അമീറന്മാരും മാഷാ അല്ലാഹ് നമുക്ക് ഹജ്ജിനെ കുറിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മളും ഗവൺമെൻറ് സംഘവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാര്യമായിട്ട് പറയാൻ നേതൃത്വം തന്നെയാണ്. നേതൃത്വമില്ലാത്തൊരു യാത്ര, ഏത് യാത്രയായാലും, ഈ ഫുട്ബോൾ കളിക്കുന്നവർ ഗോളി പോസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുക, അതുപോലെയായിരിക്കും. പോസ്റ്റ് ഇല്ല, ലക്ഷ്യം ഉണ്ടാവില്ല. തികച്ചും നമുക്കുള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രഗത്ഭരായ രണ്ട് ആലിമ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും 50 പേർക്ക് ഒരു ആലിമാണ് ഉണ്ടാവുക, 2 പേരായുള്ളൂ മാഷാ അല്ലാഹ്. അതൊരു വലിയ നമ്മളെ കൂടെ ആലിമ്യങ്ങൾ ഒന്ന്. ഈ അമലിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനും സാലിക്കാവും ഒരുപാട് വർഷമായി ഖാദിമുൽ ഹജ്ജാജായി മക്കത്തെത്തുന്നവർ. ഏത് ഗ്രൂപ്പ് വരുമ്പോൾ ഞാനും സാലിക്കോട് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ സംവിധാനവുമായി വന്നപ്പോൾ ഇതൊരു തൗഫീഖാണ്. ഞാൻ എൻ്റെ ഉമ്മാനെയും കൂട്ടി ആദ്യമായി ഹജ്ജിന് പോയപ്പോൾ നമുക്ക് പോകുന്നൊരു തോന്നലായിരുന്നു, ഒരു ഖിദ്മാത്തുൽ ഹജ്ജാജായി പോകാൻ. ഒരു വല്ലാത്തൊരു മെസ്സേജാണ് ഹാജിമാരുടെ കൂടെ 10 ദിവസം ഇടപെടുക. അതുമുതൽ ഒരുപാട് വർഷമായിട്ട് നമുക്ക് തന്നെ അറിയില്ല അള്ളാഹുവിടെ എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ വർക്കിൽ ആക്റ്റീവ് ആവാൻ വലിയ തൗഫീഖ് കിട്ടിയ ആളാണ് ഞാൻ. ഈ സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ആൻഡ് ഇന്ത്യ സിജി പോലത്തെ സംരംഭം തുടക്കം മുതൽ അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലും മറ്റ് മഹല്ല് തലത്തിൽ കുറേ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിലും ഈ പൊതുവായില്ല ഹിദ്മാത്ത് ഇഷ്ടപ്പെട്ട ഒരാളെന്നില്ലായിരിക്കും അള്ളാഹ് എന്നെ സ്വീകരിച്ചെന്ന് എനിക്ക് എല്ലാ വർഷവും അവിടെ എത്താൻ തൗഫീഖുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ ഉണ്ടാവും, സാലിക്കങ്ങളെ കൂടെ ഉണ്ടാവും. നമ്മൾ ചുരുങ്ങിയ സമയം കാണാൻ പറ്റും, ബിനായിലെല്ലാം കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ, നമ്മളിപ്പോൾ കുറേ പേര് കൂടെ പോകുന്നതല്ലേ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചാൽ ഞാൻ പറയുന്നത് ധന്യമായി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചോളം നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടവർ, നമ്മളൊരു 50 പേര് ലക്ഷമൊക്കെ പോകുന്നല്ലോ, 50 പേര് ഇവിടുന്ന് പോവാണ്. നമ്മൾ 2 ബാച്ചായിട്ട് നമ്മളതിൽ തീരുമാനിച്ചു കഴിഞ്ഞു. വിസ അടക്കം അടിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. വിസ ഇപ്രാവശ്യം കുറേ നേരത്തെയാണ്, കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. വിസ അടിക്കുന്നത് ലാസ്റ്റ് നിമിഷമാണ് വിസ അടിച്ച് വരിക, പിന്നെ എംബസിയിലേക്ക് പോകണം. ഏറെക്കുറെ വിസ എല്ലാ പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി യാത്രയിലേക്ക് നീങ്ങാണ്. അപ്പോൾ അഷ്റഫ് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ വർഷവും ഓരോ ക്രൈസിസ് ഉണ്ടാവും. എല്ലാ പ്രാവശ്യവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 10-25 വർഷമായി ഈ മേഖലയിലുള്ള ഒരാളെന്നുള്ളതിൽ എല്ലാ വർഷവും അതിൻ്റേതായ ഒരു ക്രൈസിസ് ഉണ്ടാവും. ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് വിസ അടിക്കുന്നിടത്തുള്ള ക്രൈസിസ് ആണ്. ഇപ്രാവശ്യം അതെല്ലാം ക്ലിയർ ആയിട്ട് മറ്റൊരു ക്രൈസിസ് നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. ക്രൈസിസ് ഇത് ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അള്ളാഹു അത് എളുപ്പമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ യാത്രക്ക് ഒരുങ്ങി നമ്മൾ സമ്പത്ത് അടച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ എത്ര നില ഇപ്പം അഷ്റഫ് ആരോ ഒരാൾക്ക് വരാൻ പറ്റാത്തൊരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ ദ്വാരക്കാൻ പറയും. ഇതൊരു തൗഫീഖാണ്. ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് മക്തബിൽ നിന്നെല്ലാം പഠിച്ചാണ് ധനവും മുതലും എന്താണ് വഴിയും എല്ലാം ഉള്ളവർക്കാണ് നിർബന്ധമില്ല. അതുള്ളവർ എത്രയോ പേര് ഹജ്ജോ ഉംറയോ ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളെ കൂടെ ഒരു സഹോദരി ഹജ്ജിന് വന്നു. കേരളത്തിലെ അറിയപ്പെട്ടൊരു സാംസ്കാരിക പ്രവർത്തകൻ്റെ മകളാണ്. അദ്ദേഹമാണ് ജിദ്ദയിലൊരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ത്വായിഫിലൊരു കുടുംബസംഗമം, എനിക്കറിയാം. ത്വായിഫിലൊരു കുടുംബസംഗമം, അവരുടെ കുറേ കുടുംബങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. തായിഫ് നമുക്കറിയാം, മക്കത്തൊന്നും ഒരു 70 കിലോമീറ്റർ മാത്രം ദൂരം. അദ്ദേഹത്തിന് അള്ളാഹു കഅബാലയം ഒന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കൊടുത്തില്ല, മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹജ്ജ് ചെയ്യാൻ മകള് വന്ന് നമ്മുടെ കൂടെ. ജിദ്ദയിൽ പലപ്പോഴും ഫ്ലൈറ്റ് ഇറങ്ങിയ ഒരു മനുഷ്യൻ മക്കത്തെത്താൻ പറ്റാതെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിദ്ദയിൽ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് മക്കത്തെത്താൻ പറ്റണമെന്നില്ല. എന്നാലും വളരെ പാവപ്പെട്ടവർ,
വളരെ ഒരു 10,000 രൂപ പോലും ഒന്നിച്ച് കാണാത്തവർ ഹജ്ജിന് വന്നിട്ടുണ്ട്. ഇത് റബ്ബിൻ്റെ ഒരു തൗഫീഖാണ്. ഇതിൻ്റെ യോഗ്യത ഞാൻ എപ്പോഴും പറയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, നമുക്കറിയാം ഹജ്ജിൻ്റെ ആർട്ട് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ കുടുംബമാണ് ഇബ്രാഹിം കുടുംബം അലൈഹി സ്വലാം. ജബൽ അബി കുബൈസ് പർവ്വതത്തിൽ നിന്നും ഹജ്ജിന് ജനങ്ങളെ വിളിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അലിമീങ്ങളോട് പറയുക വിഷയം. ഞാൻ അതിൻ്റെ ഒരു ഖുർആൻ്റെ ഒരു ചെറിയ സൂക്തങ്ങൾ കേൾപ്പിക്കാം. അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുത്ത് വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനങ്ങളെ ഹജ്ജിന് വിളിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ആ ഒരു കുടുംബത്തെ ഓർമ്മിക്കാതെ നമുക്ക് ഹജ്ജിന് പോകാൻ സാധ്യമല്ല. അപ്പോൾ ആ ഒരു വിളി അള്ളാഹു ആരെ കേൾപ്പിച്ചോ അവർ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരാണ് വരിക. അത് സമ്പത്ത് കൊണ്ട് മാത്രം വരാൻ പറ്റണമെന്നില്ല, ആരോഗ്യം കൊണ്ട് മാത്രം വരാൻ പറ്റണമെന്നില്ല. ഇതെല്ലാം ഉള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കത്തിൻ്റെ തൊട്ടടുത്തെത്തിയ ആൾക്ക് പോലും കബയിൽ എത്താൻ പറ്റില്ല. ഇത് തൗഫീഖാണ്. അള്ളാഹു ആ ഒരു ലിസ്റ്റിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നമ്മൾ തൽബിയത്ത് ഹജ്ജിലായാലും ഉംറയിലായാലും നമ്മൾ തൽബിയത്ത് ഉരുവിടുന്നവരാണ്. അതൊരു സംഗീതാത്മകമായ ഒരു ദിക്റാണ്. വളരെ ഫിറ്റാണ് നമുക്ക്. ഉംറയാണെങ്കിൽ ഉംറയുടെ നിയത്ത് മുതൽ തവാഫ് തുടങ്ങുന്നവരെയും, ഹജ്ജാണെങ്കിൽ ഹജ്ജിൻ്റെ നിയത്ത് മുതൽ ആദ്യത്തെ ജംറകൾക്ക് കല്ലെറിയുന്നവരെയും നമ്മൾ തൽബിയത്ത് ചൊല്ലും. യഥാർത്ഥത്തിൽ എന്താണ് തൽബിയത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും. വീണ്ടും പറയാൻ നിന്റെ വിളിക്ക് ഞാൻ വീണ്ടും ഉത്തരം ചെയ്യും. പിന്നെ അള്ളാഹിനെ പുകഴ്ത്തുകയാണ്. അള്ളാഹ് വന്നൊരു മെഗാ ഓഫർ നമുക്ക് തന്നിട്ടില്ല. അള്ളാഹിനെ അതിഥിയായി ക്ഷണിച്ചിരിക്കുകയാണ്. അള്ളാഹു നീ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു ഓഫർ ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹിനെ പുകഴ്ത്താൻ നിനക്ക് പങ്കുകാരൻ ആരുമില്ല. എല്ലാ സ്തുതിയും നന്മകളും സർവാധിപത്യവും നിനക്കാണ് റബ്ബേ, നിനക്ക് പങ്കുകാരൻ ആരുമില്ല. വീണ്ടും പറയാൻ നിനക്ക് പങ്കുകാരൻ ആരുമില്ല. ഈ തൽബിയത്ത് തന്നെ അതിൻ്റെ ഒരു മാധുര്യമാണ്. നമ്മളെ ക്ഷണിച്ചു എന്നുള്ളത്. നമ്മൾ തൽബിയത്ത് ചൊല്ലുമ്പോൾ അർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ട് തൽബിയത്ത്, ഏത് ദിക്ർ ചെല്ലുമ്പോഴും എന്തിനും ആ അർത്ഥം നമുക്ക് മനസ്സിൽ അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചോളം മബ്റൂറായ ഹജ്ജാണ് നമ്മുടെ ലക്ഷ്യം. പലതരത്തിലുള്ള ഹജ്ജുണ്ട്. അതിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ് മബ്റൂറായ ഹജ്ജാണ്. ഈ മബ്റൂറായ ഹജ്ജിന് നമ്മൾ ഒരുങ്ങിപ്പോണമെന്നാണ് ഞാൻ പറയാം. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളൊരു 3 തലമുറ മുമ്പുള്ള ഹാജിമാർ, നമ്മുടെ ഉപ്പാപ്പ അല്ല ഉമ്മാമാരെ 3 തലമുറയുള്ളവർ, ഞാൻ പറയും അവർക്ക് ഒരുക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. ജീവിതത്തിൽ തന്നെ ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. എല്ലാം എഴുതി വെച്ച്, എല്ലാം അക്കടപാടുകൾ തീർത്ത്, മക്കൾക്ക് കൊടുക്കേണ്ടതെല്ലാം തീർത്ത്, എല്ലാം പറഞ്ഞ് ഞാൻ എന്നേക്കുമായി അലല്ല. ഒരു പക്ഷേ കപ്പലിൽ പോയവരുണ്ട്. എൻ്റെ എല്ലാം ഒരു അറിവിൽ ഒരു 95 സമയത്ത്, ഇപ്പം അടുത്താണ്, കുറേ ദൂരമൊന്നുമില്ല. അന്നെല്ലാം നമുക്കറിയാം മുംബൈയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് നമ്മൾ പോയിട്ടില്ല. നമ്മളെല്ലാം ആ സങ്കലനം പോകുന്ന സമയത്ത് നമുക്കറിയാം അബൂജാഹിൽ ഹമാമിൻ്റെ സഫാ മർവാൻ്റെ പിറകുള്ള പഴയ ഹോട്ടലുകൾ നിലത്താണ് കിടക്കുക. ഇന്നെവിടെ നമ്മൾ ഫെസിലിറ്റി ഇന്ന് മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്ത്, ഭക്ഷണം മര്യാദ കിട്ടാത്തൊരു സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാം ഒഴിവാക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് പിന്നെ ക്ലാസിൻ്റെ ആവശ്യമില്ല. ഒരുങ്ങി പോവാണ് ആ സാധു. ഇന്ന് നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. നമ്മുടെ പല തിരക്ക് പിടിച്ച നമ്മുടെ പല ഷെഡ്യൂളുകളും തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ടാവാമെന്നുള്ള പല പദ്ധതികളും വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആരും തന്നെ പഴയ നിയത്തിൽ എന്നേക്കുമായി ഞാൻ എല്ലാം എഴുതി വെച്ച് പോകാമെന്നിട്ടല്ല പോകുന്നത്. അന്ന് വയസ്സുള്ളവരെ പോകും. അങ്ങനെയുണ്ട്. വയസ്സെന്നുള്ള ഇതിൻ്റെ യോഗ്യത ഉസ്താമാർ പറയും എന്താണ് ഇതിൻ്റെ യോഗ്യത എന്ന്. വയസ്സുള്ളവർ അന്ന് പോകും. ഇന്നതല്ല. ഇന്ന് നമ്മൾ ഈ ഒരു തിരക്കിനിടയിൽ പോകുമ്പോൾ ഒരുങ്ങിയിട്ട് തന്നെ പോകണം. ആ ഒരുക്കത്തെക്കുറിച്ചൊരു 10 മിനിറ്റ് പറഞ്ഞാൽ നിർത്താം. ഒന്ന്, യാത്രാ സാമഗ്രികളാണ്.
അഷ്റഫ് ഖാൻ നിങ്ങൾക്ക് നല്ല ഡയറക്ഷൻ തരും. അഷ്റഫ് ഖാനെ പോലത്തെ ഒരാളുകളെ കൂടെ ഉണ്ടെന്നില്ല ഞാൻ ഇതിൻ്റെ ഒരു മൂല്യമായി കാണുന്നത്. കാരണം നല്ല ഡയറക്ഷൻ, ഇതൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ്. എന്ത് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് ക്രൈസിസ് ഉണ്ടാവും. ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ നമ്മളെ കൂടെ ഒരാൾ, നിങ്ങൾ പറയുന്ന കേൾക്കാൻ, നിങ്ങൾ കുറേ ചൂടാവുമ്പോൾ അത് കേൾക്കാൻ ഒരാൾ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ ഇബ്ലീസ് നമ്മളോട് തോക്കും. എന്താണെന്ന് വെച്ചാൽ അതിലില്ലെങ്കിൽ ആ ആ പ്രശ്നം തീരൂല അവിടെ. ഒരു സൈക്കോളജിസ്റ്റ്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവാൻ നടത്തുന്ന ഒരാളാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ എല്ലാ വർഷവും കണ്ണൂർ യൂണിവേഴ്സിറ്റി റൈഷാറുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് അഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ സൈക്കോളജി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഒരു പ്രശ്നം കേൾക്കാൻ നിൽക്കുക എന്നുള്ളതാണ്. കേട്ടാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീരും. അതിന് നിങ്ങൾക്ക് ആരുടെ അഷ്റഫ് ഉണ്ട്. അഷ്റഫ് ഇങ്ങോട്ട് മിക്കവാറും നിങ്ങളോട് ചൂടായി പറയില്ലതായി മനസ്സിലായി. അഷ്റഫുകാർ പ്രകൃതി വെച്ച് കേൾക്കാൻ ഒരാൾ, നിങ്ങൾ ചൂടാവും, എന്തായാലും ചൂടാവണം. അതാണ് മനുഷ്യ പ്രകൃതി. അപ്പോൾ എന്താണ്, നമുക്ക് ഒരുങ്ങി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യാത്രാ സാമഗ്രികൾ എല്ലാം ലിസ്റ്റ് തരും. കുറേ സാധനങ്ങൾ കൊണ്ടുപോട്ട. ഈ കന്തൂരിയും ചൂരി ഇതെല്ലാം ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഇത് ഉസാലിട്ട പോലത്തെ ഇതെല്ലാം ഇതെല്ലാം നല്ലത്. നമുക്ക് ഈ തുണി പരമാവധി ഉപയോഗിക്കാൻ കുറക്കാനാണ് നല്ലത്. അപ്പം ഇങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം എടുക്കണം. ഇനി മുത്തുസൂചി വേണമെങ്കിൽ അത് എടുക്കണം. അവിടെ കൺഫ്യൂഷൻ ആവരുത്. എല്ലാ സാധനങ്ങളും എടുത്തു നോക്കും. കണ്ണടകൾ എല്ലാം ഞാൻ അതിലേക്ക് പോലെ കൃത്യമായിട്ട് എനിക്ക് ഡയറക്ഷൻ കിട്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് യാത്രയിൽ ആരോഗ്യം. പ്രത്യേകിച്ച് സ്ത്രീകളിൽ എനിക്ക് പറയാനുള്ള ഈ ശാരീരിക ആരോഗ്യമാണ് ഒന്ന്. ഞാൻ ആരോഗ്യത്തെ മൂന്നായി മാറ്റിയിട്ടുണ്ട്. ശാരീരിക ആരോഗ്യത്തിൽ യാത്രയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 24 hours തന്നെ നമുക്ക് അവിടെയും കിട്ടുക, മാറ്റമൊന്നുമില്ല. നമുക്ക് റിയാലിലെ മാറ്റമില്ല. റിയാലിൽ ഇവിടെ ₹1 അടുത്ത ഒരു റിയാലിന് 24-25 സമയത്തിൽ നമുക്കറിയാം 24 hours തന്നെയാണ് അവിടെ. ഈ 24 hours നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഒരു 6 മണിക്കൂറും പല സമയത്തായിട്ട് ഒന്നിച്ചുറങ്ങാനേ സാധ്യമല്ല. നമ്മൾ പീസായിട്ട് ഒരു 6 മണിക്കൂറും ഉറങ്ങണം. സ്ത്രീകളെ സംബന്ധിച്ചോളം പലപ്പോഴും ഞാൻ കാണൽ ഭയങ്കര ആവേശ കമ്മിറ്റിയാണ് നമ്മൾ കാട്ടി. അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉംറ കഴിഞ്ഞ് വീണ്ടും ഒന്ന് തവാഫ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ഇത് കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ അവിടെ പോയി ഭയങ്കര ആവേശം അധികം കാണിക്കുക. ഒന്നാമത് ഹറമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതിനാൽ നമ്മൾ ഇങ്ങനെ, അപ്പം നമ്മുടെ ഈ ഉറക്ക് എന്നൊരു ഘടകം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ 3 ദിവസം ഈ ആക്ടിവിറ്റീസ് ഉണ്ടാകും, പിന്നെ ഒന്ന് വിടുവും. ആ വീടിൽ 5 ദിവസം നഷ്ടപ്പെടും. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ നമ്മൾ ഇബാദത്ത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഉറക്കിനൊരു പ്രധാന ഘടകമായി കാണും. മറ്റൊന്ന്, നമ്മൾ വേണ്ട ഭക്ഷണം. നിങ്ങൾ എന്താ ഈ കണ്ണൂർക്കാരെ ഫുഡ് അവിടെ കിട്ടില്ല. നമ്മൾ മെനുവെല്ലുണ്ട്, നമ്മൾ ഹോട്ടൽ ഫുഡ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടാവും. പക്ഷെ കണ്ണൂർക്കാരെ ഫുഡ് നമുക്ക് കൊടുക്കാനാവില്ല. ഒരു പരിമിതി തന്നെ ഉണ്ട്. അപ്പം തരങ്ങളെല്ലാം ഉള്ളിൽ എന്താണ് തലശ്ശേരി ബിരിയാണി എന്നുള്ള പറയുന്നത്, വേൾഡ് ബിരിയാണി, ഇതൊന്നും നമുക്ക് അവിടെ തരാനാവില്ല. എന്നാലും നല്ല ഭക്ഷണം കിട്ടും, അത് കഴിക്കണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കഴിക്കുന്ന വെള്ളുള്ളി അച്ചാർ ഉദാഹരണം പറയും, അതുണ്ടെങ്കിൽ അതവിടെ കിട്ടണമെന്നില്ല. അത് കുറച്ച് നിങ്ങൾക്ക് എടുക്കുക ഒരു ബോട്ടിൽ, അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വെക്കാം. നിങ്ങൾക്ക് നല്ല ഫുഡാണ്, നല്ല സർവീസാണ്, ബെറ്റർ സർവീസാണ്. നിങ്ങളുടെ ഈ എന്താണ് ഈ ഉച്ചൂളി അപ്പം, എന്താ ഒരു പദവില്ല അപ്പമുണ്ട്, പല അപ്പങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു, അങ്ങനത്തെ അപ്പം നിങ്ങൾ കൊണ്ടുപോകാം. വൈകുന്നേരം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു അപ്പം കിട്ടിയില്ലെങ്കിൽ ബേജാറാവരുത്. നമ്മളെ സംബന്ധിച്ചോളം ഫുഡിലെല്ലാം ഒരു പരിമിതി ഉണ്ട്. എന്നാലും നമ്മൾ ഭയങ്കരമായിട്ടാണ് പറയാം. ഗ്രൂപ്പുകളിലും ഇപ്പം മെനുവെല്ലാം കൊടുത്ത് കേൾക്കുമ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ മാനേജ് ചെയ്യും, അത്രേ പറ്റൂ. അപ്പോൾ ഫുഡ് എന്നാലും കഴിക്കണം, ഫുഡ് കഴിച്ചേ പറ്റൂ. ഒരു നല്ല ബോട്ടിൽ കൈമ വേണം, നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചു പോയി, നല്ല ലീക്കാവാത്തൊരു ബോട്ടിൽ. ഈ ബോട്ടിൽ എല്ലാ സമയത്തും സംസം അല്ലാതെ നമ്മൾ കുടിക്കരുത്. നമുക്കിത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി, സംസം കുടിക്കാൻ പറ്റുന്നില്ല. സംസമിൻ്റെ ഇതെല്ലാം അനിമിങ്ങൾ പറയും, സംസം എല്ലാ ഭക്തിയിലും അറമ്പ് പോയി നമുക്ക് വേണ്ടി ഒരു ബോട്ടിൽ എടുക്കാം. കുറേ ബോട്ടിൽ നാട്ടിൽ കൊണ്ടുവരാൻ എടുക്കരുത്. നമുക്ക് എപ്പോഴും എല്ലാ ഭക്തിയിലും ഒരു നല്ല ബോട്ടിൽ വെള്ളം കുടിക്കാതെ, പ്രത്യേകിച്ച് ചൂടാണ്. കഴിഞ്ഞ വർഷം നല്ല ചൂടായാലും കുറച്ച് കുറയും ചൂട്, എന്നാലും ചൂടുണ്ടോ. വെള്ളം കുടിക്കാത്ത നമ്മൾ ഇപ്പോൾ ഡോക്ടർമാരുടെ കൂപ്പാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പറഞ്ഞില്ല. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം കുറേ സ്റ്റോൺ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, എന്തെല്ലോ സ്റ്റോണുണ്ട്. ഈ സ്റ്റോണൊന്നും നമ്മൾ കല്ല് വാരി തിന്നുന്നതല്ലല്ലോ, ഒരു പരിധി വരെ സ്റ്റോണെല്ലാം വരുന്ന വെള്ളം കുടിക്കാണ്ടാണ്. അതിലേക്ക് ഞാൻ പോവുകയല്ല, നമ്മൾ വെള്ളം കുടിക്കുക. ഇത് 3 ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ കറക്റ്റ് ചെയ്യണം. മറ്റൊന്ന് നമുക്ക് വേണ്ട ആത്മീയവും മാനസികമായ ആരോഗ്യമാണ്. ആത്മീയവും മാനസികവും ഇത് രണ്ടും വളരെ കണക്റ്റീവാണ്. ഈ 2 ആരോഗ്യം. ആത്മീയം നമുക്കറിയാം, ഞാൻ പറഞ്ഞത് നിങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. നമ്മളീ പറയും നിശബ്ദ സമയത്തുള്ള യാ അല്ലാഹ് എൻ്റെ യാത്ര എളുപ്പമാക്കണേ, ഞാൻ റെഡിയായിരിക്കുകയാണ്.
ഞാനൊരു ഒരു പളുങ്ക് പാത്രമായി തിരിച്ചു വരും. അങ്ങനെയാണല്ലോ ഒരു പ്രസവിച്ച കുട്ടിയുടെ ആ ദിവസത്തെ കുട്ടിയായി തിരിച്ചു വരുന്ന, ഒരു പ്രസവിച്ച കുട്ടിയുടെ സ്വഭാവമായി തിരിച്ചു വരുന്നല്ല, ആ ദിവസത്തെ അത്ര പളുങ്ക് പാത്രമായിട്ട് മബ്രൂറായ ഹജ്ജ് ചെയ്ത ആൾ തിരിച്ചു ഒരു സംശയമില്ല. ഹജ്ജിനുള്ള ആകെയുള്ളൊരു വ്യത്യാസം, നമുക്ക് മറ്റ് ഇബാദത്തെല്ലാം ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടതാണ്. നോമ്പായാലും നമസ്കാരമായാലും സക്കാത്തായാലും ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടതാണ്. ഇതാണെങ്കിലോ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമാണ്. ഇപ്പം നമസ്കാരത്തിൽ നമ്മൾ തജ്വീദോടുകൂടി ഫാത്തിഹ ഓതിയേ പറ്റൂ. ഒന്ന് തജ്വീദ് തെറ്റിയ നമസ്കാരം തന്നെ പാത്തിലാവും. ഇവിടെ ഒരു ദിക്ർ പോലും കാണാണ്ട് പഠിക്കാനില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും മിനയിലൊരു സ്പെഷ്യൽ നമുക്കൊരു ദിക്ർ തരണം, ഇല്ല. അറഫയിലും ഇല്ല, തവാഫിലും ഇല്ല. പിന്നെ നമ്മൾ ഈ ഹജ്ജ് ക്ലാസ്സിൽ ഇടങ്ങാറാക്കൽ എന്നാണ്, കുറേ നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കുന്നിട്ട് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് വലത്തോട്ട് തിരിഞ്ഞ് നടക്കാനാവില്ല, ഇറങ്ങിപ്പോയാൽ ഇടത്തോട്ടേ തിരിയുമല്ലായിരുന്നു. കുറേ നമ്മൾ അധികം മസാലകൾ പറഞ്ഞിട്ട് കഴിയും. നമ്മൾ വേണ്ടത് ഹജ്ജിൽ നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. അബ്ദുല്ലാഹി മുബാറക് എന്നൊരു സഹാബത്ത് കണ്ട സ്വപ്നത്തെക്കുറിച്ച് വലിയ വിശദമായ കഥയാണ്, അതിലേക്ക് പോലെ. അതിൽ ആ കൊല്ലം ഹജ്ജ് ചെയ്ത ഒരാൾക്ക് മാർക്ക് കിട്ടിയത് ഹജ്ജ് ചെയ്യാൻ ഒരുങ്ങി വരാൻ പറ്റാത്തൊരു ചെരുപ്പ് തുന്നുകാരനാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോകാൻ എനിക്ക് എന്നെ അനുഭവിച്ച സമയത്ത് ഞാൻ പറയാൻ പറ്റി കംപ്ലീറ്റ് ആവും. ആ കൊല്ലം ഹജ്ജിന് വരാത്ത ആൾക്ക് അള്ളാഹു നമ്പർ ഹജ്ജ് കൊടുത്തു. അബ്ദുള്ള മുബാറക് എന്ന സഹാബത്ത് പറഞ്ഞ ചരിത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹജ്ജ് ചെയ്യാന്നുള്ളത് എല്ലാം അള്ളാഹ് നോക്കുക, നിങ്ങളെ മനസ്സാണ് നോക്കുക. നമ്മളെ മനസ്സിലേക്കാണ് അള്ളാഹു പറയുന്നത്, മനസ്സാണ് നോക്കുക എന്താണ് ഇയാൾ ചെയ്യുന്നത്. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് തഖ്വ തന്നെയാണ്. തഖ്വയിലേക്ക് എത്തുക, നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക. മറ്റൊന്ന് മാനസികമായി റെഡിയാകും. എന്നെ അള്ളാഹു സഹായിക്കുമെന്ന് ഉറച്ച വിഷയം ആരോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ക്രൈം പൊട്ടി ആരെങ്കിലും ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പറഞ്ഞ തോറും ബുദ്ധിമുട്ടി ഒരു സ്ത്രീകളെ പരമാവധി മസാല കൂട്ടി പറയാം, മോളെ ഇനി ശ്രദ്ധിക്കണേ, എപ്പോഴാണ് മേലെന്ന് പൊട്ടലെന്നറിയില്ല, നീ മേലോട്ടെന്ന് നോയിക്കോ. പിന്നെ ഈ അജർലസ് മുത്തുമ്പം ചതഞ്ഞെറിഞ്ഞ് മരിച്ചിട്ടുണ്ട്. മിനായിന്ന് കല്ലെറിയും, ഏതോ കൊല്ലം പോയത്, ആ കൊല്ലം കല്ലെറിയുന്നിടത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. ഒരാളും കല്ലെറിയുന്ന സ്ഥലത്ത് അശ്രദ്ധ കൊണ്ട് പോലും മരിക്കൂല, ഉറപ്പാണ്. പിന്നെ അള്ളാന്റെ കഥ ഉണ്ടെങ്കിൽ എഴുന്ന് മരിക്കാം. കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ വന്നൊരു യുവാവ്, വലിയ ബിസിനസ്സുകാരൻ, ഈ മീഡിയ വണ്ണിലുള്ള അദ്ദേഹത്തെ കാണിച്ചത്. കാരണം നമ്മളെ ഈ മിനായിലെ സർവീസ്, ബെറ്റർ സർവീസ്, ഇപ്രാവശ്യം നല്ല സർവീസ് ഞങ്ങൾക്ക് നല്ല മിന. അപ്പം അത് വിശദീകരിച്ച അദ്ദേഹം മീഡിയ വണ്ണിൽ കഴിഞ്ഞ വർഷം കുറച്ചാളിൽ പോയിട്ടു. അദ്ദേഹം മിനായിൽ നിന്ന് മക്കത്തെത്തി തവാഫ് ചെയ്യാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. മിനായ് ഹജ്ജ് കഴിഞ്ഞ പിറ്റേന്ന് അദ്ദേഹം മരിച്ചു അറ്റാക്കായിട്ട്. സിൽവ ഗ്രൂപ്പിന്റെ വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ MD ആണ് അദ്ദേഹം. ചെറുപ്പക്കാരൻ, നമ്മളൊന്നും വയസ്സ് പോലും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചോളം ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ മെനക്കെട്ട് ഉണ്ടാക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ മാനസികാരോഗ്യം, ഈ പറഞ്ഞ പേടിപ്പിക്കലൊന്നും പേടിക്കണ്ട. പേടിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളിൻ്റെ ഒരു സുഖമാണ്. മലയാളി ഒരു സുഖമാണ് പേടിപ്പിക്കുക എന്ന്. അപ്പോൾ പേടിപ്പിക്കും നമ്മൾ. ഹജ്ജ് ഭയങ്കര സംഭവമാണ്, പ്രശ്നങ്ങളേ പറയും, പ്രശ്നങ്ങളേ നമുക്ക് കേൾക്കും. ഒന്നും കേൾക്കണ്ട, റബ്ബ് എന്നെ സഹായിക്കുമെന്ന്. ഞാൻ സാലിക്കാലും പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യം, നമ്മൾ ഇത്രയോ കൊല്ലമായിട്ട് ആ മക്കയിലെ മൈക്കിൽ നിന്നും ഇക്കാമത്തും ബാങ്കല്ലാത്തൊരു വസ്തു കേട്ടിട്ടില്ല. നിങ്ങൾ അവിടെ നിൽക്കണമെന്നോ ഇവിടെ നിൽക്കണമെന്നോ. എത്ര ലക്ഷം ആളാണ് ഇപ്പം ഈ നോമ്പിന്, എത്ര ലക്ഷം ആൾ നോമ്പ് മുറിച്ച് 10-15 മിനിറ്റ് കൊണ്ട് മൈനസ്കാരം തുടങ്ങി. എത്ര സിസ്റ്റമാറ്റിക്കായ സംവിധാനമാണ്. റബ്ബിൻ്റെ കൺട്രോളാണെന്ന് സംശയമില്ല. എന്നെ അള്ളാഹു സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം. ഒരു അണുമണി തൂക്കം പോലും നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി അഥവാ നമുക്കവിടെ മരിക്കാൻ മരിക്കുന്നയാളെ പേടി വേണ്ടത്. മരിക്കാൻ മക്കത്താണ് മരിക്കുകയാണ് ജന്നത്ത് മല്ലയുടെ മണ്ണാണ്, മദീനയിലാണ് മരിക്കുകയാണ് ജന്നത്ത് ബക്കീൻ്റെ മണ്ണാണ്. നമ്മൾ എന്തിനാ പേടിക്കേണ്ടത്? ആ ഒരു മനസ്സ് നമുക്ക് വേണം. എന്നെ അള്ളാഹു സഹായിക്കും, റബ്ബ് വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന ഉറച്ച ബോധ്യമാണ്. മൂന്നാമത്തെ ഒരു ആരോഗ്യം ഞാൻ പറയാം, ഹാജിയുടെ സാമൂഹിക ആരോഗ്യം. ഹജ്ജിന്റെ സമ്പൂർണ്ണ വിജയത്തിന് അനിവാര്യമാണ്. ഒരുപക്ഷെ ശാരീരിക ആരോഗ്യമോ മാനസിക ആരോഗ്യമോ അതെല്ലാം ആത്മീയ ആരോഗ്യമൊന്നും ഇല്ലാന്ന് വെക്ക്. റബ്ബ് റഹീമാണ്, റഹ്മാനാണ്. നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്താം. ഒരുപാട് സംവിധാനം. നിങ്ങൾ പെട്ടെന്ന് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, ചലിക്കുന്നില്ല എന്ന് വെക്ക്. നിങ്ങളെ അറഫയിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകേണ്ട സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. വസാറത്തുൽ ഹജ്ജ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ. വളരെ സംവിധാനം, എല്ലാ മെഡിക്കലും ഫ്രീ ആണ്, നമുക്ക് എല്ലാ സംവിധാനവും മാഷാ അല്ലാഹ് ഈ കാലഘട്ടത്തിൽ വളരെ സൂപ്പറാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് ഇപ്പോഴത്തെ ആരോഗ്യമല്ല, പെട്ടെന്ന് ആരോഗ്യമാണെന്ന് മാറിപ്പോന്നൊരു ബേജാറ് വേണ്ട, ഇതിലുള്ള സംവിധാനം. പക്ഷേ ഹജ്ജിൻ്റെ
വളരെ പ്രധാനപ്പെട്ട സാമൂഹിക ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ ഹജ്ജിന് പോകരുത്. ഇത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചെന്ന സാമൂഹിക ബന്ധമുണ്ട് ജനങ്ങളുമായിട്ട്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ, ഭക്ഷണം കഴിക്കുന്നവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ലാന്ന് മുത്തുമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം അല്ലാന്നാണ്. തൻ്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ മൂന്നാല് കുടുംബങ്ങളല്ല, 10-40 കുടുംബങ്ങളാവാം. അപ്പം നാം വേണ്ടത് ഒരു സാമൂഹ്യ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായ ക്രിയവിക്രികൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. കൊടുക്കാനുള്ളത് സക്കാത്ത്, സദക്ക ചെയ്യുന്നവരാണ്. ഞാൻ നിങ്ങളെല്ലാവരും ഇതായിട്ട് നിങ്ങൾ ചെയ്യുന്നവരാണ്. ഞാൻ എന്നോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യുക. ഒരു ദിവസം 10 മിനിറ്റെങ്കിലും ഇരുന്നിട്ട്, ഒരുപക്ഷെ നമ്മൾ നിസ്സാരമായ പല പൈസയും വിട്ടുപോയിട്ടുണ്ടാവും, നിസ്സാരമായ പൈസ. അത് ഓർമ്മ വരണമെങ്കിൽ അതിലേക്കൊരു 10 മിനിറ്റ് ഇരിക്കണം. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ, വാങ്ങാനുണ്ടോ? അതൊരു വലിയ തുകകളിലാണെങ്കിൽ ഒരു വെള്ള പേപ്പറെങ്കിലും എഴുതിയിട്ട് ഒരു വക്കാലത്തിൽ ഏൽപ്പിച്ചു പോകാനുള്ള സാമൂഹികാരോഗ്യം, സക്കാത്തും സദക്കയും കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുന്ന സാമൂഹികാരോഗ്യം. അതിനപ്പുറം മനുഷ്യന്മാരോട് കൂടെ ജീവിച്ചവരാണ് നമ്മൾ. കുറേ വർഷം നമ്മൾ മനസ്സാ വാച കർമ്മന അവരോടെല്ലാം പൊരുത്തപ്പിടിച്ച് പോകേണ്ട. അവരോട് ആരാണോ നമ്മളുമായി ബന്ധപ്പെട്ടവർ അവരോട് മാത്രം, നാട്ടിൽ കണ്ടവളോട് മൊത്തമല്ല. ഖത്തീബ് ഹുസൈനോട് പോയിട്ട് ഞാൻ ഹജ്ജിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയുന്ന കാലമായത്. ഒരു മൊത്തം പബ്ലിക് പത്രത്തിലെല്ലാം കാണാൻ വരുമായിരിക്കും, ഞാൻ ഹജ്ജിന് പോവാണ്, എന്തെങ്കിലും ഇടപാട്. നോ, അതൊന്നുമല്ല. അതെല്ലാം എടലും എത്തിപ്പോവും. എൻ്റെ 2ാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന പ്ലേറ്റിൽ കൊണ്ടുവരൂ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ 2 ഹജ്ജും പാത്തിലായി എന്നാണ് പറഞ്ഞതല്ലേ. അത് ഒരാൾ പറഞ്ഞു ആ 2 അതെല്ലാം ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹജ്ജ് നമ്മൾ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു പരിപാടിയില്ല. ആരാണോ നമ്മളുമായി ഇടപെട്ടവർ, ആരാണോ നമ്മളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തു, അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളത്, പൊരുത്തപ്പിടിക്കുക എന്നുള്ളത്, കെട്ടിപ്പിടിച്ച് മുലാഖത്ത് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ വളരെ പ്രധാനം. അക്കടപാട് തീർക്കുന്നത് പോലെ ഇത് 2ഉം ബ്ലോക്കാവും. നമുക്ക് ഇത് ക്ലിയറായി പോകാന്നുള്ള ഒരു ആരോഗ്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ഹജ്ജിന് മുത്തുമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹജ്ജാണ് ചെയ്ത് നമുക്കറിയാം. 1.25 ലക്ഷത്തോളം സഹാബത്തുമായി ചെയ്ത ഹജ്ജ്. ആ ഹജ്ജും അനുബന്ധ ചരിത്രവും നമ്മൾ പഠിക്കണം. ആദം നബി അലൈഹി ഇസ്ലാം മുതലുള്ള ചരിത്രം പഠിക്കണം. നമ്മൾ ഇനിയില്ല സമയങ്ങളിൽ യൂട്യൂബും നെറ്റും പഴയ സംവിധാനമല്ല. അലിമീങ്ങൾക്ക് തിരക്കുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിൽ അങ്ങ് പോയാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോയാൽ ഒരുപാട് ചരിത്രം നമുക്ക് കിട്ടും. ചരിത്രം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പോയാൽ നമ്മൾ ജീവനുള്ള ഹജ്ജ് ചെയ്യും. അപ്പോൾ ആ ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്താണ് ഹജ്ജിൻ്റെ നമുക്കറിയാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഒരു ഡിബേറ്റ് നടത്തേണ്ട വിഷയമാണ്. നിസ്കാരത്തിലെ ഡിബേറ്റ് പോലും ഡിബേറ്റ് നടക്കുന്നില്ല. അതുപോലെ ഇത്രയാണ് നിസ്കാരം എവിടെയാണ് കൈകെട്ടുന്നത് ഇപ്പോൾ ചർച്ച തീർന്നിട്ടില്ലായിരുന്നു. എത്ര വക്ത് തറാവി നിസ്കാരം ചർച്ച തീർന്നിട്ടില്ല. പക്ഷേ എന്തിനാണ് ഒരാണും പെണ്ണും ഒരു മത്താഫിൽ വെറുതെ നടക്കണം? ഇതുവരെ ഡിബേറ്റൊന്നും വലിയ നടന്നിട്ടൊന്നുമില്ല. ഒരു ലങ്കോട്ടി പോലും കെട്ടാത്തൊരാണ് മുഖവും കാണിക്കണം നിർബന്ധമാണ് ഒരു പെണ്ണ്. എന്തിനാണ് സഫാ മർവന്റെ കുന്നരുവിൽ നടക്കണം? എന്തിന് മിനാലിൽ ടെണ്ടിൽ പോകണം? എന്തിന് അറഫയിൽ നിൽക്കണം? എന്തിനാണ് കല്ല് പറക്കണം? എന്തിനാണ് എറിയണം? റബ്ബ് പറഞ്ഞു നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ ഡിബേറ്റ് നമ്മൾ അള്ളാഹു പറഞ്ഞു നമ്മൾ കേൾക്കുന്നു. അടിമയും ഉടിമയും തമ്മിൽ ബന്ധമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ആ ചരിത്രങ്ങൾ, നിങ്ങൾ മസാലയോ ഫിക്കോ കർമ്മശാസ്ത്രം പഠിക്കണമെന്നേ ഇല്ല. നിങ്ങൾക്ക് ആലിമികളുണ്ട്, ചരിത്രം പറഞ്ഞു തരുന്നില്ല അവർ. പക്ഷെ അതിനൊരു പരിമിതി ഉണ്ട് തന്നെ. നിങ്ങളായി മാക്സിമം ചരിത്രത്തിൻ്റെ ഭാഗത്തേക്ക് ഹജ്ജ്, ആട്ടോപതി ഹജ്ജ് എന്നുള്ള നമ്മളെ അലി ശരീഅത്തിൻ്റെ ബുക്ക്, പല ബുക്കുകളും പലപ്പോൾ ഞങ്ങൾ ഒരു പുസ്തകം ഇതാക്കിയിട്ടുണ്ട്. ഹജ്ജ് അനുഭൂതിയുടെ ഞാൻ ഡോക്ടർ സുബൈർ ഉദവി, നമ്മൾ ഭയങ്കര സുബൈർ ഉദവി ഹജ്ജിനുണ്ട്. പലപ്പോഴും നിങ്ങളെ കാണാൻ പറ്റും, വിനായലായിട്ട് കാണും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം നമ്മൾ ഡോക്ടർ സുബൈർ, ഞങ്ങളൊരു അനുഭൂതിയുടെ തീർത്ഥാടനം എന്നുണ്ട് ഹാജിയുടെ. ഇത് നാളെ പെരുമ്പയിൽ വെച്ച് നമ്മൾ കൊടുക്കുക. എല്ലാ വർഷവും പെരുമ്പയിൽ ഹജ്ജ് ക്യാമ്പ് മൊത്തം, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹാജിമാർ ഫോക്കസ്, പ്രൈവറ്റായി 1000-1200 ആൾ പങ്കെടുക്കും. വലിയ ക്യാമ്പാണ്. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹജ്ജ്. ഞാൻ എന്താണ് അത് തുടങ്ങി വെച്ച അവിടുത്തെ റിലീഫ് കമ്മിറ്റിയും ഞങ്ങളൊരു ടെക്സ്റ്റൈൽസും സംയുക്തമായിട്ട് ഫുൾ ഫ്രീ ആയിട്ട് കുറച്ച് സമ്പത്ത് ചെലവ് വരും. അതിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നൊരു ബുക്കാണ്
ഈ അനുഭൂതിയുടെ തീർത്ഥാടനം. ഇത് ഹജ്ജിന് പോയി വരുന്നതിന് മുമ്പേ ഞാൻ അഷ്റഫ്ക്കാക്ക് ഇത് കൊടുത്തിന്. അഷ്റഫ് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടില്ല. ഏതായാലും ഹജ്ജിൻ്റെ ഒരു ആത്മാവിനെ കണ്ടെത്താൻ ചെറിയൊരു ഇടപെടൽ ഈ ബുക്ക് നാളെ കിട്ടും. പറ്റാവുന്നവരെ നാളെ വരുമ്പോൾ ഹജ്ജ് ഞാനൊരു പ്രസൻറ്റേഷൻ ഒരു PPT വെച്ചിട്ടാണ് എൻ്റെ ഈ അനുഭവം ഇപ്പോൾ ഇവിടെ ഞാൻ നിർത്താൻ പോവാണ്. എൻ്റെ സമയം കഴിയാൻ പോവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ നമുക്ക് രാവിലെ 9 മണി, രാവിലെ 5:30, വൈകിട്ട് 5:30 ഒന്ന് പൂക്കോട്ടൂർ നന്നായി പ്രസൻറ്റ് ചെയ്യും. നല്ല പ്രസൻറ്റേഷനാണ് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ. കാര്യങ്ങൾ പറയുന്നിടത്ത് പല വിഭാഗമാണ് ഹജ്ജിന് പോകുന്നത്. അവരെല്ലാം ഒന്നിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല പ്രാസംഗം. ഇന്നിപ്പോൾ പൂക്കോട്ടൂർ ക്യാമ്പ് അദ്ദേഹത്തിന് 2000 ചില ആൾ പങ്കെടുക്കുന്നത്. അദ്ദേഹമാണ് ഒരു പ്രസൻറ്റേഷൻ. ഒന്ന് വിനീതനുണ്ടാവും, ഒന്നൊരു ചുഴലി ഉസ്താദുണ്ട്, കുറേ കൊല്ലം നമ്മൾ കൂടുതൽ. ഞാൻ പറഞ്ഞു വരുന്ന സമയമുള്ളവരെല്ലാം ആ ഹജ്ജ് ക്യാമ്പിൽ വരണമെന്നും കൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ അവസാനമായി എനിക്ക് പറയാനുള്ളത്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ബുക്കിൽ ഞാൻ നിങ്ങൾ പ്രതിപാദിക്കുന്ന ഞാനൊരു ആമുഖം എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ പോക്കറ്റടി പോലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഹജ്ജിന് പോകും നിങ്ങൾ ആരും വിചാരിക്കരുത് ഹറമിൽ അള്ളാഹിൻ്റെ ബൈത്തിലേക്കോ അള്ളാഹിൻ്റെ റസൂലിലേക്കോ പോകുന്നു അവിടെ എല്ലാം മുത്തക്കിക്കളാന്ന്. ഇന്റർനാഷണൽ പോക്കറ്റ് കഴുക അവിടെ ഉണ്ടാവുക. ഇന്റർനാഷണൽ ഈ നഖത്തിനെല്ലാം ബ്ലേഡ് വെച്ചുകൊണ്ട് പെണ്ണുങ്ങളുടെ ബുർക്കൻ്റെ ഉള്ളിൽ വെച്ച പൈസ പോയിട്ടുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച പൈസ. അപ്പോൾ അതെങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ പർച്ചേസിങ്ങിൽ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യില്ല. അത് കേൾക്കുക, ഭയങ്കര പർച്ചേസ് ചെയ്യുന്ന ആളുണ്ട്. എന്താണ് അതിൻ്റെ ഇതെല്ലാം കൃത്യമായി വിവരിക്കുന്ന 4-5 പേജ് എൻ്റെ ഉണ്ട്. നമ്മുടെ അനുഭവം തന്നെയാണ് കുറേ. അപ്പോൾ അത് ആ ബുക്ക് ഇൻഷാ അല്ലാഹ് അതിൽ വരാൻ പറ്റാത്ത പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ബുക്കുകളുണ്ട്. വരാൻ പറ്റാത്ത നിർബന്ധമായി വരാൻ പറ്റാമെന്നുള്ള നല്ല വരണം. ഞാൻ എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സംബന്ധിച്ചോളം ജബലുർ റഹ്മയിൽ വെച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1.25 ലക്ഷത്തോളം സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഹജ്ജത്തുൽ വദാഇൻ്റെ നസീഹത്ത് നമ്മൾ പറയാം. പ്രസംഗം എന്ന് പറയാൻ പറ്റൂല. ഇന്ന് പ്രസംഗം കൂടിയാണ് ഉമ്മത്തിൻ്റെ പ്രശ്നം. പ്രസംഗം കൂടി പ്രവർത്തനം കുറഞ്ഞു. അന്ന് ഹബീബ് നടത്തിയ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ചുരുങ്ങിയ സമയത്ത് ജനങ്ങളെ ശ്രദ്ധിക്കുക, ഈ വർഷത്തിന് ശേഷം നിങ്ങളോടൊപ്പം മറ്റൊരിക്കൽ കൂടി ഒത്തുചേരുമെന്ന് എനിക്ക് തീർച്ചയില്ല. അതിനാൽ ഞാൻ പറയുന്നത് കരുതലോടെ കേൾക്കുക. എൻ്റെ വാക്കുകൾ ഇവിടെ സമ്മേളിക്കാൻ കഴിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് നടത്തിയൊരു പ്രസൻറ്റേഷൻ. ഇത് അന്നത്തെ സഹാബത്തിന് വേണ്ടിയല്ല, കലാകാലം ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ദൗത്യമാണ് അടുത്ത ടീമിന് എത്തിച്ചു കൊടുക്കുക. എന്താ എത്തിച്ചു കൊടുക്കേണ്ടത്? നിങ്ങൾ ആലിമീങ്ങൾ പറയും. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ പലപ്പോഴായി മക്കയിലും മദീനയിലും അവരുടെ പ്രസൻറ്റേഷനിൽ ഈ ഒരു എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെ ദൗത്യമാണ്. അത് പ്രസംഗം നിങ്ങൾ വന്നിട്ട് ആരും പ്രസംഗിക്കാറിയൊന്നുമില്ല. നമ്മുടെ ജീവിതം കൊണ്ട് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിൻ്റെ കൾച്ചർ, എന്താണ് എല്ലാവരും പറയുന്നത്. ഞാനത് പറയല. ഒരു ജീവിത സംവിധാനത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുർ റഹ്മന്റെ പരിസരത്ത് വെച്ചിട്ട് കൃത്യമായി അവതരിപ്പിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഒരു വലിയ പ്രസൻറ്റേഷൻ എന്തായിരിക്കും. അതിന് പിന്നെ അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ നടന്നിട്ടുണ്ടാവില്ല. ആ പ്രസൻറ്റേഷൻ നമ്മുടെ ദൗത്യം എന്താണ്? അവിടെ സമ്മേളിക്കാൻ കഴിയാത്തവർക്ക് ആ ഒരു മെസ്സേജ് ലോകത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത. നമ്മൾ ശിഷ്ടകാലം ഇവിടെ ജീവിക്കാൻ പോകണം. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ്. ശിഷ്ടകാലം നമ്മൾ നല്ലൊരാളായി നമ്മൾ മബ്രൂറായ ഹജ്ജ് ചെയ്ത് തരണം. അതന്നെ നിയത്ത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു പളുങ്ക് പാത്രമായി തിരിച്ചു വരും. ഒരു കുട്ടിയുടെ സ്വഭാവം ചേഞ്ച് ആവും. നമ്മളാകെ മാറും. എന്നിട്ട് നമ്മൾ നടത്തുന്ന നമ്മുടെ ജീവിതമാണ് മറ്റെല്ലാവർക്കുള്ള സന്ദേശം. ഇതാണ് ഇസ്ലാം. ലോകത്ത് ഇസ്ലാം ഇന്ന് നിലനിൽക്കുന്നത് ഇബാദത്ത് കൊണ്ടൊന്നുമല്ല. നമ്മളായിട്ട് ഇബാദത്ത് ചെയ്യുന്നവർ മറ്റു മതത്തിലുണ്ട്. ഈ ഒരു കൾച്ചർ, ഈ ഒരു സന്ദേശം തന്നെയാണ്, സംശയമില്ല. ലോകത്ത് പാശ്ചാത്യ രാജ്യത്തിൽ പോലും ഇപ്പോഴും യഹൂദി നസാക്കളെ നാട്ടിൽ പോലും ആയിരക്കണക്കിന് ഒരു ഷഹാദ ചൊല്ലിക്കൊണ്ട് ഓരോ ഭക്തിയിലും ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഈ ഒരു കൾച്ചറാണ്. ഈ കൾച്ചർ നമുക്ക് കിട്ടും, പൂർണ്ണമായും കിട്ടും. അതിന് 2 അമീറന്മാരും അഷ്റഫ് ഖാങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ ക്രൈസിസ് മാനേജർ സാലിക്ക ഉണ്ട്. നിങ്ങൾ ബെറ്റർ ഗ്രൂപ്പാണ്. ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ കാണാൻ പറ്റില്ല. ഇവരെല്ലാം ഒരു ടീമായി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക. ബാക്കി കാര്യങ്ങൾ മിന, അർഫ, മുസ്ദലിഫ, അടുത്ത പ്രശ്നങ്ങൾ, പരിഹാരങ്ങളെല്ലാം PPT വെച്ചുകൊണ്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ പ്രസൻറ്റേഷൻ വിനീതൻ്റെ ഉണ്ടാവും. സമദ് സാഹിബിൻ്റെ 2 മണിക്കൂറുണ്ടാവും. നിങ്ങൾ അതിലേക്ക് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം, യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉംറ എന്താണെന്ന് അറിഞ്ഞിരിക്കണം.
എന്താണ് ഉംറ, ഹജ്ജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ കാര്യങ്ങളുടെ സ്പോട്ടിൽ ഓരോ സമയത്ത് ലൈവായിട്ട് അമീറന്മാർ ചെയ്യും. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മുടെ ID മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുറേ കാര്യങ്ങളുണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല. അത് കുറെ അഷറഫൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാൻ നാളെ PPT വെച്ച് തരാൻ പോകുന്ന കാര്യം. പിന്നെ ക്ഷമിക്കേണ്ടതുണ്ട്, ക്ഷമിച്ചേ പറ്റൂ. അതിന് കുറച്ചായിട്ട് എന്നാലാണ് ഇബിലീസായിട്ട് നമ്മൾ ജയിക്കുക. ഇപ്പൊ എന്ത് പറഞ്ഞാലും പ്രസംഗമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ ഒരു പ്രഗത്ഭനായ പ്രാസംഗികൻ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പണി തന്നെ സ്ട്രോങ് പ്രസംഗമാണ്, പേടിപ്പിക്കും ആൾക്കാർ. മക്കത്ത് വെച്ച് പേടിപ്പിച്ച ആൾക്കാർ വിറക്കും. തെക്കുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഗ്രൂപ്പാണ്, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾ താഴെ ഇറങ്ങി, ഈ ഉസ്താദ് കൊണ്ട് ഇയാൾ കരഞ്ഞ് താഴെ ഇറങ്ങി. താഴെ വന്നേരം റിസപ്ഷനിൽ പത്രം കാണുന്നില്ല, പത്രം വായിക്കണം ഇദ്ദേഹത്തിന്റെ, ചായയും പത്രവും. ഒരൊറ്റ അടി റിസപ്ഷനിൽ കൊടുത്തു. ചോദിച്ചു റിസപ്ഷൻ മുന്നേ പത്രം ഒന്നും എടുക്കട്ടെ, ഒറ്റ അടി കൊടുത്തു. എന്തര പത്രം കാണാത്തത് എന്നുണ്ട്. ഇതാണ് ഈ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്. അമീർമാർ പറയുന്നത് ഗ്രൂപ്പിന് ലാഭിക്കാണെന്നല്ല, ക്ഷമയല്ല. ഞാൻ പറയാം, രണ്ടാമത്തെ വാക്കും കൊണ്ട് പ്രതികരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ ഡിമാൻഡുകൾ, നമ്മൾ പൈസ കൊടുത്ത് പോവാണ്, ആ ഡിമാൻഡുകൾ നമ്മൾ തന്നേ പറ്റൂ. ഗ്രൂപ്പ് അതോറിറ്റി, അത് ഞങ്ങളുടെ ഹക്കാണ്, അത് നിർബന്ധമാണ്. പക്ഷേ ക്ഷമിക്കേണ്ടത് ക്ഷമിച്ചേ പറ്റൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്, ഈ 4 കാര്യത്തിലും നമ്മൾ ഒന്ന് ഇടപെട്ടാൽ നമ്മുടെ ഹജ്ജ് പൂർണ്ണമായി. നമുക്ക് ഇബിലീസിനോട് ഫൈറ്റ് ചെയ്ത് ഹജ്ജ് ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെ പ്രഗത്ഭരായ ഇബിലീസും കൂടി വരുന്നു. ഏറ്റവും എക്സ്പേർട്ടുകളായ ഇബിലീസിനെ നമ്മൾ കൂടെ വിടുന്നത്. ഇത് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്, സ്വർഗത്തിന്റെ അവകാശിയാണ് പെട്ടെന്ന്. അപ്പൊ നമ്മളെ കൂടെ വരുന്ന ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഇബിലീസാണ്. ആ ഇബിലീസിനോട് ജയിക്കണമെങ്കിൽ നഫ്സിനോട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ജംറകൾക്ക് കല്ലെറിഞ്ഞാൽ ഇബ്ലീസ്, ആടെ ഇബ്ലീസൊന്നുമില്ല. ജംറകൾക്ക് അവിടുത്തെ ഇബ്ലീസിനെ എല്ലാം നമ്മൾ കല്ലെറിയുന്നു. നമ്മുടെ ഇബ്ലീസിനെ തുരത്താൻ നമുക്ക് പറ്റണം. ആ പറ്റുക എന്നുള്ളത് ഈ 4 കാര്യങ്ങൾ ഇവിടുന്ന് അമീറന്മാർ പറഞ്ഞുതരും, അഷറഫ് പറഞ്ഞുതരും. സാലിക്ക് അതിന്റെ ക്രൈസിസ് മാനേജിങ്, സാലിക്കാണെങ്കിൽ ചില്ലറുണ്ട്. നമ്മൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അറഫയിൽ വെച്ച് ഒരു കൊല്ലം പെട്ടെന്നൊരാൾ അറ്റാക്കായി. സാലിക്ക് അയാളെ എടുത്തിട്ട് ഓടി വന്ന, സാലിക്ക് അറഫയിൽ ഉണ്ടായിട്ടില്ല മനസ്സിലാക്കുന്നത്, എവിടെ കൂട്ടി അത്രമാത്രം ത്യാഗം ചെയ്യുന്ന സാലിക്ക, ഫുള്ള് ഡെഡിക്കേറ്റ് ആവും കൂടെ. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ബേജാറാവാനില്ല. നിങ്ങൾക്കുള്ള ഫിക്ർ വേണ്ടത് ഈ ഹജ്ജ് എനിക്ക് ലഭിക്കണം അള്ളാഹുവിൻ്റെ അടുത്ത്, ഇത് എന്നെ മബ്രൂറായ ഹജ്ജ് റബ്ബെ ലഭിക്കണം. അതിന് റബ്ബെ ഞാൻ എന്തെല്ലാം ചെയ്യണം? മബ്രൂറായ ഹജ്ജ് അത് അടിവരയിടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിലേക്കൊരു നല്ല സംഘത്തെ തിരഞ്ഞെടുത്ത നിങ്ങളെ ഞാൻ പ്രശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കേണ്ടത്, നമ്മളെല്ലാം റെഡിയായെങ്കിലും ഇവിടെ ലോകത്ത് ഒരു വലിയ ഫിത്ന നടന്നുകൊണ്ടിരിക്കുകയാണ്. യഹൂദിയും നസ്രാണിയും ഒന്നിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാം പ്രാർത്ഥന പ്രത്യേകിച്ച് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, പിന്നെ ഈ ബുക്ക് നമുക്ക് നാളെ തരും. അല്ലാത്തവർക്ക് ഒരു 5-8 ബുക്ക് ഇവിടെ ഉണ്ട്. വരാൻ പറ്റാത്തവർക്ക് ഈ ഒരു പുസ്തകം ഇവിടുന്ന് സാലിക്ക് തരും. ബാക്കി നിങ്ങളെല്ലാം പ്രാർത്ഥനയും പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദവാന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.